ഗോൾഡൻ വിസ എന്താ ചെയ്യണ്ടേ? 1 million 2 million പ്രോപ്പർട്ടി ഇവിടെ എടുക്കുക, ഓൺ ചെയ്ത ഗോൾഡൻ വിസ ഇൻഫ്ലുവൻസിങ്ങിലൂടെ നമുക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യാം. അതും DTC നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ കിട്ടും. 2 million വർത്തുള്ള പ്രോപ്പർട്ടി ഓണർ ആണോ താങ്കൾ? യെസ്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു വില്ല എടുത്തു കഴിഞ്ഞാൽ അത് ലിറ്ററലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. അത് എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള വാല്യൂ, ഇപ്പോൾ എന്നെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, യു ആർ റെഡി ടു സെൽ ദാറ്റ് വില്ല, ഇപ്പോൾ എനിക്കൊരു 500,000 ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ഒരു വർഷം കൊണ്ട് 1 കോടി നമുക്ക് ലാഭം തരാമെന്ന് അവർ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയാം. സോഷ്യൽ മീഡിയയിൽ നിന്ന് കോടികൾ വരുമാനം സ്വന്തമാക്കിയിട്ടുള്ള ഒരു ബിസിനസ്മാൻ, അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിഷേധിക്കില്ല. ഇല്ല, നിഷേധിക്കില്ല. ഇത്രയും വലിയൊരു വൈഡ് പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിൽ ടാലന്റ് ആണ്. അത് ടാലന്റ് മാത്രമല്ല, ഇപ്പൊ ഈ ഉണ്ടാക്കി ഇത്രയും ഒരു നമ്മുടെ കയ്യിലുള്ള അസറ്റ് കംപ്ലീറ്റ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടാക്കി എടുത്തതല്ലേ? യെസ്, ഓൺലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. തിങ്ക് വിൻ. നമ്മളൊരാൾ വിൻ ചെയ്യുന്ന വെച്ചിട്ട് മറ്റൊരാൾ ലോസ് ആവണമെന്നില്ല. ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എവരിവൺ ഹാസ് എൻ ഈക്വൽ റൈറ്റ്സ്. അതിൽ നമ്മൾ കഠിനമായിട്ട് മുന്നോട്ട് വരിക, അയച്ചിട്ട് മറ്റോന് താഴെ പോകണമെന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകൾ, എന്തെങ്കിലും കുരുത്തക്കേട് എന്ത് കാണിച്ചാലും പോരല്ല. അറ്റ് ദ ഏജ് ഓഫ് 30 to 40 യു ഹാവ് ടു ഡിസൈഡ് വേർ വി ആർ. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഞാനൊന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഈ നാടിനെ എനർജൈസ് ചെയ്യിപ്പിക്കാൻ. ഇപ്പോ എനിക്ക് തോന്നുന്നു ശരിക്കും 51 കൺട്രീസ് പോയി അല്ലേ? ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു രാജ്യം, അല്ലെങ്കിൽ ഇനിയും അവിടെ പോകണം എന്ന് തോന്നി അങ്ങനെ ഒരു രാജ്യം ഏതായിരിക്കും? ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഓരോ രാജ്യത്തിനും എസ്പെഷ്യലി നമ്മളിപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വരൂലേ, നമ്മളിപ്പോൾ സിംഗപ്പൂർ, മലേഷ്യ, അവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമായിരിക്കും. അവർ ജനങ്ങളെ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമായിരിക്കും. യൂറോപ്പിൽ അവിടെ കാണാൻ പറ്റുന്ന വെച്ചാൽ ഹൗ ദേ ഡെവലപ്പ്. അവർക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവിടുത്തെ മെട്രോസും ട്രാംസും, അല്ലെങ്കിൽ അവിടെ അവരുടെ ആ ഒരു നാടുണ്ടാക്കിയ ഭംഗികളുണ്ടല്ലോ. എങ്ങനെയാണ് പണ്ട് കാലത്ത് ട്രേഡിങ് നടന്നിരുന്നത്? ജലത്തിലൂടെയായിരുന്നു, വെള്ളത്തിലൂടെയായിരുന്നു. അപ്പോൾ ആ കപ്പൽ പോർട്ടുകളും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള രീതികൾ, അതെല്ലാം ശരിക്കും അമേസ് ആക്കിയിട്ടുണ്ട്. എസ്പെഷ്യലി ന്യൂയോർക്ക്, സെൻട്രൽ ലണ്ടനിൽ ന്യൂയോർക്കിൽ പോയപ്പം 150 വർഷം മുമ്പുള്ള സബ്വേ ലൈൻസാണ്, അണ്ടർഗ്രൗണ്ട് ലൈൻസാണ്. ഈ സബ്വേയിൽ എങ്ങനെയാണ് അത് അവർ ചെയ്തത്? ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിട്ട് 74 years ഇഫ് ഐ എം നോട്ട് റോങ്, റോക്കഫെല്ലർ സ്ട്രീറ്റിൽ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിൽ വന്നിട്ട് ആ ബിൽഡിങ്ങിൻ്റെ പേര് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊക്കെ ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശരിക്കും ഒരു കൺട്രി പോയിട്ട് അവിടത്തെ ഒരു സെറ്റപ്പ് കണ്ട് ഭയങ്കര സങ്കടം തോന്നിയില്ലേ? ഇനി വളരണം. എനിക്ക് മെക്സിക്കോ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സംഭവമാണ്. ഒരു ഡസ്റ്റ്ബിൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അവിടുത്തെ ആളുകൾ കുറേ വന്നിട്ട് ഡ്രഗ്സിന് അഡിക്റ്റ് ആയതും, പിന്നെ അതേപോലെ തന്നെ പണ്ട് കാലത്ത് നല്ല ഡെവലപ്പായ ഒരു സ്ഥലം പറ്റ താഴത്തേക്ക് പോയത്. മെക്സിക്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മെക്സിക്കൻ സ്പൈസി ഫുഡ് ഇതെല്ലാം വന്നിട്ട് ഒരു സോസ് ഉണ്ട്, ടൊബാസ്കോ സോസ്, വേൾഡിൽ ഫേമസ് ആണ്. അത് ഉണ്ടാക്കുന്നത് മെക്സിക്കോ എന്നാണ്. അതിൻ്റെ ഗ്രേപ്സ്, അല്ലെങ്കിൽ നല്ല ലോകത്തിലെ ഏറ്റവും നല്ല അവഗാഡോസ് വരുന്നത് മെക്സിക്കോ എന്നാണ്. മെക്സിക്കൻ അവഗാഡോസ് വെരി ഫേമസ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ തേങ്ങ അല്ലെങ്കിൽ വന്നിട്ട് ഇത് സ്പൈസസ്, കാർഡമം, സിന്നമൺ, ക്ലൗസ് എല്ലാം ഫേമസ് ആയിരിക്കുന്നത്, അതേപോലെ അവഗാഡോസ് അവിടെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഒരു ടെക്കീല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽക്കോളിക് ഡ്രിങ്ക് ഉണ്ട്. ഐ മീൻ ഫേമസ് ഇൻ ദർ, ഐ മീൻ ആ കൺട്രീസിൽ ഫേമസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇല്ല, അത് ഞാൻ ഇതൊക്കെ എന്ന് വെച്ചാൽ അത് വരുന്നത് ഒരു പൈനാപ്പിൾ ട്രീസ് എന്നാണ്. അതൊക്കെ അവിടുന്ന് കുറേ വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളുള്ള ലോകത്തിലെ ഒരു കോടീശ്വരൻ വർഷങ്ങളായിട്ട് നിന്നൊരാൾ ഫ്രം മെക്സിക്കോ ആണ്. മെക്സിക്കോയിൽ ലോകത്തിലെ ഒരു അത്ഭുതം മെക്സിക്കോയിലുണ്ട്. അപ്പോൾ മെക്സിക്കോ അങ്ങനെ കെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീൽ തോന്നി. കാരണം അല്ലല്ല, മെക്സിക്കോ ഏറ്റവും കൂടുതൽ ആളുകൾ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കണ്ട സ്ഥലം കൂടിയാണ് മെക്സിക്കോ. മെക്സിക്കോ അത്രത്തോളം ഒരു നിഗൂഢത, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ നാടായിട്ടൊക്കെ കുറച്ച് കണക്ട് ചെയ്തിട്ടുള്ള ഈ ഫാസിസത്തിനെതിരെ പോരാടിയ കഥകളും ഇതെല്ലാം കുറേ ഉള്ള ഒരു ചരിത്രമുള്ള നാടാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു, ഇതല്ലായിരുന്നു വാട്ട് ഐ എക്സ്പെക്റ്റഡ്. ഓക്കെ, അതാണ്. അപ്പം
സങ്കടം തോന്നി പോയിട്ടുള്ള അതായത് എക്സ്പെക്ടേഷൻ ഭയങ്കര താഴേക്ക് പോയിട്ടില്ല. മെക്സിക്കോ പീപ്പിൾ ആർ ഗുഡ്, പീപ്പിൾ ആർ വെരി നൈസ്, ദേ ആർ വെരി കണക്റ്റഡ്. അത് സ്പാനിഷ് കൾച്ചർ ഉള്ള ഒരു സ്ഥലമാണ്. അവര് അങ്ങനെ കുറെ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. ഓക്കെ. ശരിക്കും ഇതിന്റെ ഒരു ഫാമിലി എടുക്കുകയാണെങ്കിൽ എവിടെയാണ്, ആരൊക്കെയുണ്ട് ഫാമിലിയിൽ? ഫാമിലി ഉമ്മ ഉണ്ട്, ഉപ്പ മരിച്ചൊരു 4 വർഷം മുമ്പ്. പിന്നെ വൈഫ് 3 കുട്ടികള് അവരെന്റെ കൂടെ ഇവിടെ തന്നെ ഉണ്ട്. മകൾ ഇവിടെ പഠിക്കുകയാണ്. എത്ര വയസ്സായി? ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 4 വയസ്സ്, ഒരാള് ചെറുതോ 1 വയസ്സ് 1 മാസം. എല്ലാരും ഇവിടുത്തെ ദുബായ്. എല്ലാരും ഗോൾഡൻ വിസ ഹോൾഡേഴ്സ് ആണ്. അപ്പം ഗോൾഡൻ വിസ കിട്ടാൻ എന്താ ചെയ്യണ്ടേ? ഗോൾഡൻ വിസ കിട്ടാൻ കുറെ പരിപാടികളുണ്ട്. ഒന്നില്ലെങ്കിൽ അതെന്താ വെച്ചാല് ഒരു അഡ്വാൻറ്റേജ്, ഒരു 2 മില്യണോ 1 മില്യൺ 2 മില്യന്റെ പ്രോപ്പർട്ടി ഇവിടെ എടുക്കുക, ഓൺ ചെയ്ത ഗോൾഡൻ വിസ കിട്ടും. സെക്കൻഡ് തിങ്, ഇൻഫ്ലുവൻസർ ആയിട്ട് ഗോൾഡൻ വിസ കിട്ടും. ഇൻഫ്ലുവൻസിങ്ങിലൂടെ നമുക്ക് വന്നിട്ട് അപ്ലൈ ചെയ്യാം. അതും DTCMൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോൾഡൻ വിസ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സെലിബ്രിറ്റി ആയിട്ട് ഗോൾഡൻ വിസ കിട്ടും. എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. ഇപ്പൊ എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില് പ്രോപ്പർട്ടിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഇതിലെടുക്കാന്നുള്ള ഒരു ഓപ്ഷനാണ്. ശരിക്കും പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ 2 മില്യൺ പ്രോപ്പർട്ടി ഓണർ ആണോ താങ്കൾ? യെസ്. അതെങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഇനീഷ്യലി അതന്നെ ഒരു 2.5 മില്യൺ വർത്ത് ഇല്ല, അതിന്റെ ഫുള്ള് പേയ്മെന്റ് നമ്മൾ ഗഡുകളായിട്ട് അടക്കണം. ഇവിടെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു വലിയ ഓപ്ഷൻസ്, ഞാൻ ഇപ്പൊ റെന്റഡ് ഔട്ടാണ്, റെന്റ് ചെയ്തത്. എനിക്കൊരു 80,000 to 85,000 വന്നിട്ട് റെന്റ് മാത്രം വരുന്നുണ്ട്. കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് 2 BHK കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം പൈസ വരും. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഒരു ഫണ്ട് എടുത്തിട്ട് ഈ റെന്റ് എനിക്ക് പേ ചെയ്യരുത്. അപ്പം ഈ ഒരു ഫണ്ട് എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. ലിവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ്. ബിസിനസ് ട്രിക്കാണ്. അപ്പോൾ അതിൽ പേയ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് 30-70. ഫസ്റ്റ് 30% കൊടുക്കണം. അപ്പോൾ ഡെലിവറിങ് ദ പ്രോഡക്റ്റ് നമ്മൾ 70% കൊടുക്കണം. അപ്പോൾ ഞാൻ 30% കൊടുത്തു. അപ്പോൾ ഇതിന്റെ അപ്രീസിയേഷൻ ആയിട്ട് നമ്മൾ ആ ഇത് ബിൽഡിംഗ് റെഡി ആയി കഴിഞ്ഞാൽ, ആളുകൾ ബിൽഡിംഗ് റെഡി ആയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബൈ ചെയ്യും. അതിനുള്ള ബയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ, നമുക്കൊരു 1 മില്യന്റെ പ്രോഡക്റ്റ് ആണ് ഞാൻ എടുത്തത്. അത് വിൽക്കുമ്പോൾ നമുക്കൊരു 1.4 മില്യൺ വിൽക്കാൻ പറ്റും. അപ്പോൾ ഈ 400,000 പ്രോഫിറ്റ് ആണ്. അപ്പോൾ എനിക്കൊരു 4 വർഷം ഫ്രീ ആയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിൽക്കാം. അപ്പോൾ നമുക്ക് പൈസ അതിൽ പോകുന്നില്ല. യു ഗോട്ട് ഇറ്റ്. അതേപോലെ ഇപ്പോൾ നമ്മളൊരു വില്ല എടുത്തു കഴിഞ്ഞാൽ അത് ലിറ്ററലി അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. അത് എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള വാല്യൂ, ഇപ്പോൾ എന്നെ ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, യു ആർ റെഡി ടു സെൽ ദാറ്റ് വില്ല. ഇപ്പോൾ എനിക്കൊരു 500,000 ലാഭം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് 1 വർഷം കൊണ്ട് 1 കോടി നമുക്ക് ലാഭം തരാമെന്ന് അവര് നമ്മളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് പറയും. അതാണ് ഇങ്ങോട്ട് വരും. നമുക്ക് ഓപ്ഷൻ ഉണ്ട് സിസ്റ്റത്തിൽ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിൽക്കാന്നുള്ളത്. അതെന്താ വെച്ചാൽ വെറും ഏർണിംഗ് മണി ത്രൂ, നമ്മൾ പൈസ ഉണ്ടാക്കി നമുക്ക് പൈസ ഉണ്ടാക്കാൻ ഈസിയാണ്. അവിടെയാണ് നമ്മൾ ജോലിയിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കരുതെന്ന് ഞാൻ പറയുന്നത്. വൺസ് യു ആർ ടാലന്റഡ്, യു കം ഔട്ട് ആൻഡ് മേക്ക് മണി ഔട്ട് ഓഫ് ഇറ്റ്. അല്ലല്ല, സീരിയസ്ലി, വൺസ് യു ആർ ടാലന്റഡ്, യു ഫീൽ ദാറ്റ് യു ഗുഡ് അറ്റ് ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ഇറ്റ്. വാട്ട് എവർ ജോബ് യു ഹാവ്, 50,000 ആയിക്കോട്ടെ 60,000 ആയിക്കോട്ടെ, യു ക്യാൻ ഡു ബെറ്റർ ദാൻ ദാറ്റ് എന്നുണ്ടെങ്കിൽ ജോലി വിട്ടിട്ട് വരാം. അത് വിട്ടിട്ട് നമ്മള് നോക്കുക നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നു. ഈ പൈസ എടുത്തിട്ട് യു ഡോണ്ട് സ്പെൻഡ് ഓൾ ദ മണി, അറ്റ്ലീസ്റ്റ് 5% ഓഫ് യുവർ ടോട്ടൽ റവന്യൂ കീപ് ഇറ്റ് ആസ് ക്യാഷ് വിത്ത് യു. ഓക്കെ, റെസ്റ്റ് 95% മൾട്ടിപ്ലൈ വിത്ത് മെനി ഓപ്ഷൻസ്. ആൻഡ് ദുബായ് നല്ല വളക്കൂറുള്ള മണ്ണാണ്, നമുക്കത് ചെയ്യാൻ പറ്റും. ദുബായിലും ഷാർജയിലും അജ്മാൻ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വി ക്യാൻ മേക്ക് അവർ മണി ഇൻ ടു മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് വെൻ ഇറ്റ് കംസ് കമ്പനീസ്, നമ്മളിവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദുബായിൽ തുടങ്ങിയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ കൊച്ചിയിൽ ഒരു കമ്പനി തുടങ്ങി, അതിനെക്കാട്ടി 200 times വാല്യൂബിൾ ആണ് ദുബായിൽ ഒരു കമ്പനി തുടങ്ങുന്നത്. കാരണം ദിസ് ഈസ് വേൾഡ് മാർക്കറ്റ്. അപ്പോൾ ഞാൻ എൻ്റെ നമ്മളെ പെർഫ്യൂം കമ്പനി തുടങ്ങിയത് ദുബായിലാണ്. ദുബായിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത് കുനാഫ ചോക്ലേറ്റ് സ്പ്രെഡ് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ലിൻഡ് വരെ വന്നിട്ട് കുനാഫ ചോക്ലേറ്റ് അവർ പുറത്തിറക്കി, ദുബായ് ചോക്ലേറ്റ് എന്ന പേരിൽ. ഈ ദുബായ് ചോക്ലേറ്റ് വേൾഡിൽ വൈറലായതോടെ പെർഫ്യൂംസിന് ഭയങ്കര ബൂമാ വന്നത്. ബിക്കോസ് പീപ്പിൾ ആർ തിങ്കിങ് UAE പ്രോഡക്ട്സ് ആർ വെരി വാല്യുബിൾ പ്രോഡക്റ്റ്, ക്വാളിറ്റി പ്രോഡക്ട്സ്, ആൻഡ് യു ക്യാൻ യൂസ് ഇറ്റ് ആൻഡ് അഫോർഡബിൾ. നമ്മളിപ്പോൾ ഒരു ലക്ഷറി പെർഫ്യൂംസ്
എന്ന് പറയുന്നത് ഒരു 1000 dirhams and above വാങ്ങിക്കുന്നത് നമ്മൾ UAE പെർഫ്യൂം വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ 100 to 200,000 ഉള്ളിൽ കിട്ടും. അപ്പം പീപ്പിൾ ആർ ഗെറ്റിംഗ് ദ സെയിം കൈൻഡ് ഓഫ് ഫീൽസ് ഇൻ ദിസ്. അപ്പോൾ അത് വേൾഡ് മാർക്കറ്റിൽ ഇപ്പോൾ US ടോപ്പ് 5 സെല്ലിംഗ് പെർഫ്യൂംസ് UAE മാർക്കറ്റ്. പെർഫ്യൂം ഇവിടെ ഇറക്കിയതുകൊണ്ടല്ല അതിന് ഇത്രമാത്രം റീച്ച് ട്രൂ. ഐ മീൻ വിത്തിൻ 1.5 year നമ്മളൊരു 7 yearsന്റെ ഗ്രോത്ത് നമുക്ക് വന്നു. പക്ഷെ അധികം ആരും അത്ര ധൈര്യം കാണിക്കാറില്ല UAE എന്ന് പറഞ്ഞ ഒരു സിറ്റിയിൽ ചെയ്യാൻ. അത് ഒരുപാട് എന്താ പറയാ ക്രൈറ്റീരിയാസ് ഇല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? UAE നമ്മളൊരു ദുബായ്ക്കാരനാണ്. ദുബായിയുടെ ഏത് കോർണറിലെ UAEയുടെ ഏത് കോർണർ നിങ്ങൾ എന്നോട് ചോദിച്ചാലും ഒരു പക്ഷെ എനിക്ക് പറയാൻ പറ്റും. ബിക്കോസ് നമ്മളെ ബ്ലഡ് ഇവിടെ ഉണ്ട്, നമ്മളെ പെയിൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ നാടിന് വേണ്ടിയിട്ട്, ഈ നാടിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ ഇട്ട പൊസിഷൻ ചെയ്ത എൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം വന്നിട്ട് ഓൺ സ്പോട്ടിലാണ്. എക്സാക്ട്ലി വേർ യു നീഡ് ടു പുട്ട് ദാറ്റ് എക്സാക്ട്ലി പ്ലേസ് ഐ പുട്ട് ദ. ഓക്കേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ ഉണ്ടാക്കി ഇത്രയും ഒരു നമ്മുടെ കയ്യിലുള്ള അസറ്റ് കംപ്ലീറ്റ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ഉണ്ടാക്കിയെടുത്തതല്ലേ? യെസ്, ഓൺലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയ. ഓൺലി ബിക്കോസ് ഓഫ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്രമാത്രം ലക്ഷങ്ങൾ അല്ലേ? അതിന് കറക്റ്റ് ലക്ഷങ്ങൾ എത്ര? അത് പറയാൻ പറ്റില്ല. ഇല്ലല്ല, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കമ്പനിയുള്ള കിട്ടി. എനിക്കൊരു ആഗ്രഹമുണ്ട് UAEയിലുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള GCCയിലുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ ആവണം ഇൻ എ പോസിറ്റീവ്. നിങ്ങൾ ഭയങ്കര മോട്ടിവേഷൻ. അല്ലല്ല, അങ്ങനെയല്ല ഞാൻ പറയുന്ന, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയണം. കാരണം കുറേ ആളുകൾക്ക് ഇപ്പോഴും ഒരു സിംഹമായിട്ട് ഉറങ്ങിക്കെടുക്കുന്നവരുണ്ട്. ദേ ഹാവ് വെരി ഗുഡ് ടാലൻറ്റ്. വെൻ ഐ ഗോ സംവെയർ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഈ ഗോട്ട് ടാലൻറ്റ്. പക്ഷെ ഞാൻ എൻ്റെ കൂടെയുള്ള വ്ളോഗേഴ്സിനെ പല പ്രാവശ്യം പല രീതിയിൽ ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ നമ്മളെ ഇതിൽ എന്താ പറയുക മോട്ടിവേറ്റ് ചെയ്തിട്ട് അവരെ കുറേ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവർ നിങ്ങൾക്കൊരു എതിരാളിയാവുമെന്നുള്ള ടെൻഷൻ അതെന്തിനാ പേടിക്കുന്നത്? ഇത് ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ 7 Habits of Highly Effective People by Steve Covey, വൺ ഓഫ് ദ ഫേമസ് ബുക്കാണ്. അത് ഏതൊരാളുണ്ട് നിങ്ങളത് വായിക്കണം. മനുഷ്യൻ ജീവിതത്തിൽ പകർത്തേണ്ട 7 സൽഗുണങ്ങൾ അല്ലെങ്കിൽ 7 ഹാബിറ്റ്സ്. അല്ലല്ല ഞാൻ പറയണത് സജസ്റ്റ് ചെയ്ത് നിങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. അത് എങ്ങനെയാന്ന് വെച്ചാൽ അതിലൊരു ഹാബിറ്റ്സ് ഉണ്ട്. തിങ്ക് വിൻ വിൻ. നമ്മളൊരാൾ വിൻ ചെയ്യുന്ന വെച്ചിട്ട് മറ്റൊരാൾ ലോസ് ആവണമെന്നില്ല. ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എവരി വൺ ഹാസ് എൻ ഈക്വൽ റൈറ്റ്സ്. അതിൽ നമ്മൾ കഠിനമായിട്ട് മുന്നോട്ട് വരിക, അയച്ചിട്ട് മറ്റോന് താഴെ പോകണം നമ്മൾ ചിന്തിക്കുക ചെയ്യും. നമ്മളെ ഹ്യൂമൻ സൈക്കോളജിയിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നെഗറ്റീവ് തിങ്കിങ് ആണ്, പോസിറ്റീവ് തിങ്കിങ് ആണ് കൂടുതൽ. അതാണ് നമുക്ക് ഡോപ്പമീൻ അധികം ഉണ്ടാക്കുക. നെഗറ്റീവ് തിങ്ക് ചെയ്യുമ്പോൾ ഡോപ്പമീൻ ജനറേറ്റ് കൂടുതലായിട്ട്. പക്ഷെ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സംതിങ് ഇപ്പൊ നിങ്ങൾ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നില്ല, എല്ലാം തടിച്ച് വീർത്തിരിക്കൂലേ? അതെ, ഫുഡ് കഴിക്കും, ബിരിയാണി എല്ലാം കഴിക്കും. കോഴിക്കോട്ടെ അത് മാഷാ അല്ലാഹ് ഭാഗ്യമായിട്ടോ തടി കുറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെ നമുക്ക് സംതിങ് വി ക്യാൻ കൺട്രോൾ ഇറ്റ്. അപ്പം എല്ലാവർക്കും ഈ അസൂയ കുശുമ്പ് ഇതെല്ലാം ഉണ്ടാവും. ബട്ട് വി ഹാവ് ടു കൺട്രോൾ ഇറ്റ്. ഹ്യൂമൻ ബീങ്സ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹിച്ചാലുണ്ട് കേട്ടോ. ഞാൻ വെറുതെ വീഡിയോക്ക് വേണ്ടിയിട്ട് പറയില്ല. ജെന്യൂൻലി നമ്മൾ മറ്റുള്ളവർ നന്നാവണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നമ്മളും അത് നന്നാവും. പിന്നെ സെക്കൻഡ് അവിടുന്ന് എങ്ങനെയാണോ നമുക്ക് റിയാക്ഷൻ കിട്ടുന്നത് അതുപോലെ ആയിരിക്കും നമ്മളും പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മൾ കൊണ്ടുപോയാൽ ഓഫ് കോഴ്സ് വി വിൽ വിൻ അറൗണ്ട്. പക്ഷെ ഞാൻ എന്നെ പറ്റി പറയുകയാണെങ്കിൽ ആസ് എ സോഷ്യൽ മീഡിയ പേഴ്സൺ ഞാൻ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചിരിക്കുക. നിങ്ങൾക്കൊക്കെ നമ്മൾ എൻ്റെ മൈൻഡുള്ളത് ഒരൊറ്റ കാര്യത്തില്ല, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കോടികൾ വരുമാനം സ്വന്തമാക്കിയിട്ടുള്ള ഒരു ബിസിനസ്മാൻ. അങ്ങനെ ഞാൻ പറഞ്ഞാൽ നിഷേധിക്കില്ല. ഇല്ല, അത്രയും വലിയൊരു വൈഡ് പ്ലാറ്റ്ഫോം നമ്മുടെ കയ്യിലുണ്ട്. ശരിക്കും നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല അത്. ഇപ്പൊ എത്ര കോടികൾ സമ്പാദിച്ചത് നമ്മൾ ഇനി എങ്ങനെ പറഞ്ഞാലും എല്ലാവർക്കും അതേപോലെ തന്നെ ഫോൺ ഉണ്ട്, നെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവിടെ നിങ്ങൾ ടാലന്റ് ആണ് അവിടെ. അത്രയും അത് ടാലന്റ് മാത്രല്ല, ധൈര്യം ഉണ്ട് കേട്ടോ. കാരണം അത്രയും വലിയൊരു ഓക്ക് വിട്ട് ഇതിലേക്ക് വരാന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയൊരു പാസ്പോർട്ട് ഇട്ടല്ലേ വന്നത്. നമ്മള് ചില സമയങ്ങളിലായിട്ട് നമ്മൾ എസ്പെഷ്യലി ഒരു 30 വയസ്സ് വരെ നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കുരുത്തക്കേട് എന്ത് കാണിച്ചാലും പറയില്ല. അറ്റ് ദ ഏജ് ഓഫ് 30 to 40 വി ഹാവ് ടു ഡിസൈഡ് വേർ വി ആർ. അതിനുള്ളിൽ 40 വയസ്സിനുള്ള നമ്മൾ ബിൽഡ് ചെയ്തിരിക്കണം. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഡെവലപ്പിംഗ് സ്റ്റേജാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ അത് നമ്മൾ ലെറ്റ് ഇറ്റ് റൺ ഇറ്റ്സ് ഓൺ.
നമ്മൾ റെസ്റ്റ് എടുക്കുക എന്നല്ല, ലെറ്റ് ഇറ്റ് റൺ ഇറ്റ്സ് സോൺ. ഐ മീൻ ആ സോണിലേക്ക് നമ്മൾ പോകണം. ഞാൻ ഇതുവരെ 30 അറ്റ് ദ ഏജ് ഓഫ് 30, നൗ ഐ എം 36, ഞാൻ ഒരു ദിവസം പോലും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തിട്ടില്ല. ലിറ്ററലി നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. യു ക്യാൻ ചെക്ക് മൈ വീഡിയോസ് ഹൗ ഐ എം ഡൂയിങ് ഇറ്റ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട്, ഇത് കണ്ടിന്യൂ പ്രോസസ്സ്. ഐ എം നോട്ട് ഇപ്പോൾ ഈ 25 സ്റ്റാഫ് അല്ലെങ്കിൽ വന്നിട്ട് ഇത്രത്തോളം വ്ളോഗ്സ്, അതിനിടയിൽ എൻ്റെ ഫാമിലി പ്രോബ്ലംസ്, അതിനിടയിൽ എൻ്റെതായിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതെല്ലാം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോവാണ്. ബട്ട് ഐ എം ലൈക്കിങ് ഇറ്റ്, ഐ എം എൻജോയിങ് ഇറ്റ്. എന്താ പറയുക, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം എന്താ പറയുക, ഏൺ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളൊരു വിചാരം എനിക്ക് തോന്നി. പക്ഷെ അപ്പൊ തന്നെ പറയുണ്ടായിനോ, ഞാൻ ഇപ്പോഴും നമ്മൾ പൈസ എന്നുള്ളത് എനിക്കൊരു സെക്കൻഡറി മാത്രമാണ്. മണി ഈസ് ജസ്റ്റ് എ പ്രോഡക്റ്റ്. വി ക്യാൻ ഡു സോ മച്ച് മോർ. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എലൻ മസ്ക് ഇല്ലേ, എലൻ മസ്ക് പൈസയുടെ എന്താ ആവശ്യമുള്ളത്? ബട്ട് ഈ ക്രിയേറ്റഡ് ദ വേൾഡ് ഡിഫറെന്റ് അറൗണ്ട്, റൈറ്റ്? നമ്മൾ വിചാരിക്കുന്നതിന് എത്ര മേലെ പോയി. ഇനി 200 വർഷം കഴിഞ്ഞിട്ട് ഒരു ജനറേഷൻ ഉണ്ടെങ്കിൽ ആ ജനറേഷൻ പറയും, ഈ വർഷങ്ങളിൽ ജീവിച്ച കുറച്ച് ആളുകളുണ്ട്, അവരാണ് ഈ ലോകം മാറ്റിമറിച്ചതെന്ന്. മൈക്കിൾ ഫാരഡെ കറണ്ട് കണ്ടുപിടിച്ചിട്ട് EMF കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നു 1700 വർഷങ്ങളിലെ വിടുകയാണ്. അത് കഴിഞ്ഞ് 500 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇത്രത്തോളം വലിയ ഫോണും ടെക്നോളജിയില്ല. ഇറ്റ് ടുക്ക് ലോങ് ടൈം. ചക്രം കണ്ടുപിടിച്ചതിന് ശേഷം എത്രയോ കഴിഞ്ഞിട്ടാണ് വിമാനം കണ്ടുപിടിച്ചത്. അപ്പോൾ ദർ ആർ പ്ലന്റി ഓഫ് തിങ് ഹാപ്പനിങ്. ഭയങ്കര ലാഗ് ആയിരുന്നു. ദിസ് 40 years വാട്ട് ഹാപ്പൻ? ദ വേൾഡ് ഈസ് സ്വിച്ച് അറൗണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന AI കാലഘട്ടത്തിലാണ്. ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? ഹ്യൂമൻസിനെ എടുത്ത് കൂടുതലായിട്ട് ജോലികളൊക്കെ നമ്മൾ ഹൈലി സ്കിൽഡ് അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വരാൻ പോവാണ്. ഹ്യൂമൻസിൻ്റെ ജോലികൾ മാറാൻ പോവാണ്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഈ ടെക്നോളജി നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതുവരെ ചിലപ്പം നമുക്കറിയില്ല. അപ്പോൾ ഉള്ള സമയത്ത് വെക്കുക പോവാ അല്ലേ? ശരിക്കും ഇനി ഒരു ഡ്രീം എന്താണ്? ഇനി എനിക്ക് ഇങ്ങനെ അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇനി ഇത് ചെയ്യണം എന്ന് തോന്നുന്നത്? അങ്ങനെ ഡ്രീം എന്ന് പറയുന്നതല്ല, എനിക്ക് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. എനിക്ക് എൻ്റെ ചാനലിൻ്റെ പേര് ഇപ്പോഴും ട്രാവലിംഗ് കുസിൻ ബൈ അസർ എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വന്നിട്ട് ട്രാവൽ വളരെ കുറവാണ്. ഞാൻ ഇവിടെ എൻഗേജ്ഡ് ആണ്. എനിക്ക് അത് കണ്ടിന്യൂ ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു നല്ലൊരു ഭാവിയിൽ വേൾഡ് ഓഡിയൻസ്, നോട്ട് ഓൺലി മലയാളം ഓഡിയൻസ്, ഒരു വേൾഡ് ഓഡിയൻസിൻ്റെ ഇടയിൽ നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോ ഇഫ് ഐ ക്യാൻ ഡു ദാറ്റ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ആളുകളുണ്ടല്ലോ, കുറേ ആളുകൾ, ഇപ്പോൾ ടോണി റോബിൻസൺ എന്നൊരു മോട്ടിവേഷണൽ സ്പീക്കർ ഉണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് കുറേ ആളുകൾ മാറിയിട്ട്, ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ കേരള, അപ്പോൾ അവരെ കൊണ്ടൊക്കെ കുറേ ആളുകൾക്ക് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് പല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് വേൾഡിൽ ഉറങ്ങിക്കിടക്കുന്ന, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്നവർക്ക് മുന്നിൽ നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ഈ നാടിനെ എനർജൈസ് ചെയ്യിപ്പിക്കാൻ, വേൾഡിലൊരു എനർജി പവർ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ട്. ഐ മീൻ അതിലൊരു ചെറിയൊരു പങ്കാവണം. എനിക്ക് വേറൊരു സംശയവും ഇല്ലാതല്ലേ, എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റും. ഇത്രക്കായില്ല, ഇനി സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പം ശരിക്കും നിങ്ങളുടെ വീഡിയോസ് എടുക്കുമ്പോൾ, അതായത് നമ്മുടെ ഈ വ്ളോഗിങ് എടുക്കുന്ന സമയത്ത്, വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു സാധനം, അത് ശരിക്കും നല്ലൊരു അറ്റൻഷൻ കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ പ്ലേറ്റ് ഒക്കെ എടുത്ത് നിറഞ്ഞത് പൊട്ടിക്കുന്നേ. അപ്പൊ കുറെ നെഗറ്റീവ് കമന്റ്സ് ഇല്ലേ, അതായത് ഇത്രയും സാധനം പൊട്ടിക്കുന്നത്, അത് എന്താ, അതങ്ങനെ വരാൻ കാര്യം, അല്ലെങ്കിൽ എങ്ങനെ എടുക്കുന്നത്? നമ്മളൊരു അറ്റൻഷൻ സ്പാൻ ഉണ്ടാക്കുകയാണ്. അങ്ങനത്തെ വീഡിയോ ചെയ്താൽ അത് ഹൈലി സക്സസ്ഫുൾ ആണ്, അവിടെ നല്ല ബിസിനസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ ആ ഷോപ്പുകാരാണ് നമ്മളോട് പറയുന്നത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ, പൊട്ടിക്കാൻ പറയും അവര്. പൊട്ടിക്കാൻ പറയും. ഒരു പ്ലേറ്റ് പൊട്ടിച്ചാല് അവിടെ വരുന്ന മാറ്റം എന്താ? 100,000 200,000 ബിസിനസ് ആണ്. പൊട്ടിയാല് ഒരു ദിറംസിന്റെ പ്ലേറ്റ് അല്ലേ പൊട്ടുന്നുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മളിപ്പോ സിനിമക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ ഇത്ര ക്രോർ ബഡ്ജറ്റായി എന്ന് പറയില്ല, എത്ര കാർ അതിൽ തകർക്കപ്പെടുന്നുണ്ട്, എന്തൊക്കെ ആവശ്യമില്ലാതെ എക്സ്പെൻസ്, ഫുഡ്, എല്ലാ വേസ്റ്റേജും വരുന്നില്ല. എന്നിട്ട് ആ ആക്ടറുടെ ഫിലിം കാണാൻ ആരാധിക്കുന്ന, അങ്ങനെ എന്തൊക്കെ ആരാധന ചെയ്യുന്നുണ്ട്.
അപ്പം ആക്ടേഴ്സ് ഇത് ചെയ്യുന്നതിന് പ്രശ്നമില്ല. വി ആർ ഡൂയിങ് ആൻ ആക്ട്, ബട്ട് Yeah. അത് ആക്ട് ചെയ്യുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് സ്മോൾ സ്ക്രീൻ. പക്ഷെ നമ്മൾ ചെയ്യുന്ന സംഭവത്തിന് ആളുകൾ നെഗറ്റീവ്. ഇയാൾ തന്നെയാണ് മറ്റുള്ളവർക്ക് വലിയ ഫാൻ, ഞാൻ ഭയങ്കര ആരാധകനാണ്, ഞാൻ ഭയങ്കര സംഭവമാണ്. പക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടോ അത്? ഇല്ല. ഇത് കുറച്ച് കഴിഞ്ഞ ഇത് പ്രോബ്ലം ആവില്ല. ഇപ്പോഴത്തേക്ക് ഇത് പ്രോബ്ലം. ഫസ്റ്റ് ടൈം ഞാൻ വ്ളോഗിൽ വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായി കേട്ടൊരു സംഭവമായിരുന്നു, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതെൻ്റെ ജോലിയാണെന്ന് പറയാൻ എനിക്ക് 1-2 വർഷം എടുത്തു. ഇപ്പോൾ ഒരു വ്ളോഗർക്ക് എങ്ങനെയാലും പൈസ കൊടുക്കണം എന്നുള്ളത് അറിയാം. ജനങ്ങൾ നീ പൈസ വാങ്ങിച്ചിട്ടില്ല അങ്ങനത്തെ കമൻറ്റുകൾ വരൂല. സോ ഓൾ ചേഞ്ച്. അല്ലെങ്കിൽ വെറുതെ അല്ലട നീ തിന്നുന്നത്, അങ്ങനത്തെ ഓരോ കമൻറ്റുകൾ വരും. അത് കാലക്രമേണ മാറ്റങ്ങൾ വരും. ഇപ്പം ഇങ്ങനത്തെ ഒരു സംഭവം അറ്റൻഷന് ഈ പ്ലേറ്റ് അങ്ങനത്തെ സിസ്റ്റം, അല്ലെങ്കിൽ ഇങ്ങനെ 1 ദിറം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അഗ്രസീവായിട്ട് വീഡിയോ ചെയ്യുന്ന തുടക്കം ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഈ ഒരു ഐഡിയ എവിടെ നിന്ന് കിട്ടി? അതായത് ഈ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് നമുക്കൊരു അറ്റൻഷൻ കിട്ടും എന്നുള്ളത്. ഓക്കെ, എറിഞ്ഞ് അറ്റൻഷൻ കിട്ടും. ഞാൻ അത് മാത്രമല്ല, ഞാൻ ഓടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. അതിൽ ഇതാണ് ക്ലിക്കായത്. കാരണം ഇത് ഒരു സിനിമയിലും വന്നു അല്ലേ, ചെറിയൊരു ഭാഗ്യത്തിൽ ഇത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഡയറക്ടർ ഇവിടെ ജീവിച്ചു വളർന്ന ഒരാളാണ്, തമർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവര് വന്നിട്ട് കൊറേ ഇൻസ്പയർഡ് ആയിട്ടുള്ള നൈസ്. അപ്പോൾ അവര് കുറെ എന്താ പറയുക, നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ട് ഇൻസ്പയർഡ് ആയി എന്നോട് പണ്ട് നമ്പറൊക്കെ ചോദിച്ചായിരുന്നു. അങ്ങനെ എന്നെ സിനിമയിൽ ഇങ്ങനത്തെ ഒരു വേഷം ചെയ്യുന്നുണ്ടെന്ന് ആദ്യം തന്നെ എന്നോട് മുൻകൂറായിട്ട് പറഞ്ഞായിരുന്നു. അവർ ത്രൂ വഴി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ചെയ്ത് കണ്ടപ്പോൾ ഐ എം വെരി ഹാപ്പി. കാരണം നമ്മള് കുറച്ച് ആളുകൾക്ക് അറിയുന്നത് കൊണ്ടാണല്ലോ അത് പെട്ടെന്ന് കണക്ട് ചെയ്യും. അത് ആ പ്ലേറ്റ് എടുത്ത് ഇട്ടതെന്നുള്ളത്. പിന്നെ കുറെ ആളുകൾ ഇപ്പൊ മാഷാഅല്ലാ കുറെ ആളുകൾ ഇപ്പൊ ഇൻസ്പയർ ആവുന്നുണ്ട് നമ്മളെ വേ ഓഫ് ഡൂയിങ്. പ്ലേറ്റ് പൊട്ടിക്കുന്നതല്ല, ഈ ഒച്ചത്തില് വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓടി വീഡിയോ ചെയ്യുന്നത്, തട്ടി വീഡിയോ ചെയ്യുന്നത്, അത് കുറെ ആളുകൾ നോട്ട് ഓൺലി ഇൻ നമ്മളെ മലയാളി ലാംഗ്വേജിലല്ല, ഹിന്ദിയിലും അതുകൂടാതെ അറബിക്കിലും മറ്റതിലും കുറെ മാറ്റങ്ങൾ ഇപ്പം ഇതോടെ വന്നു. ഇതെന്താ സംബന്ധിച്ചാല് വി ഷുഡ് നോ നമ്മൾ 4 ആൾ ഇരിക്കുമ്പോൾ അതിലൊരാൾ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായി കഴിഞ്ഞാലാണ് നമുക്ക് മാർക്കറ്റ് വാല്യൂ ശ്രദ്ധ കിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ ദിവസം ഒരു വീഡിയോ അല്ല ചെയ്യുക, 4-5 വീഡിയോ ചെയ്യും. ഇപ്പൊ ഈ 5 വീഡിയോയിലും ആളുകൾ ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു ബി എക്സ്ട്രാ ഓർഡിനറി. എന്നാലാണ് ആ വീഡിയോസ് ക്ലിക്ക് ആവുള്ളൂ. ആൻഡ് കൺസിസ്റ്റന്റ് ആയിട്ട് ലാസ്റ്റ് 5 years ആയിട്ട് ഞാൻ അത് ചെയ്യുന്നുണ്ട്. സോ ഐ ഹാവ് ടു ബി സംതിങ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് അങ്ങനെ ആയി. ഐ മീൻ സക്സസ്ഫുൾ ആയി. അത് സക്സസ്ഫുൾ. അതെ, ഈ ടേക്ക് എടുക്കുമ്പോഴേ ആദ്യം പറയോ പ്ലേറ്റ് എടുക്കാൻ പോവാണ്, കൂടുതൽ ടേക്ക് എടുക്കരുത്. കാരണം ഒരു പ്ലേറ്റ് ഞാൻ ഒറ്റ ടേക്ക് എടുക്കാറ്. ഞാനും എന്റെ ക്യാമറ ആരെ പിടിക്കുന്ന അവനക്കും അറിയില്ല എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഈവൻ ഐ ഡോണ്ട് നോ ഇല്ല അതന്നെ എനിക്കറിയാം. ഞാൻ അവനോട് പറയുന്നത് നിങ്ങൾ എന്താണ് ഇത് പറയാ, അതെ ഞാൻ എന്താണോ ചെയ്യുന്നത് ജസ്റ്റ് ക്യാപ്ചർ ഇറ്റ്. That's it. I don't know what I'm going to do. ഞാനൊരു പ്ലാൻ ആക്കിയിട്ട് ചെയ്യാറില്ല. നിങ്ങൾ ക്യാമറമാനോട് ഈ മനുഷ്യന് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന വല്ല ഐഡിയ ഉണ്ടോ? പക്ഷെ അത് അവര് യൂസ്ഡ് ടു ആണ്. ഈ നമ്മളെ ഈ ഷോപ്പിൽ പോകുമ്പോ പൊട്ടിക്കാനുള്ള പ്ലേറ്റ് അവര് സെപ്പറേറ്റ് തരുമോ? അല്ല എല്ലാ ഷോപ്പിലും പൊട്ടിക്കല്ല. ചില കാര്യങ്ങള് നമ്മള് ജനങ്ങളിലേക്ക് എംബസൈസ് ചെയ്യണം. ഇത് ഇങ്ങനെയാണ് സംഭവം, ഇതൊരു അത്ഭുതം സംഭവിക്കാൻ പോണ ഈ ഷോപ്പിൽ. അപ്പൊ ഇനീഷ്യൽ ഷോട്ട് സം കൈൻഡ് ഓഫ് ക്രാക്ക് ഷോട്ട് ആയിരിക്കും. ചിലപ്പോൾ മേലെന്ന് ചാടും, അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്തിട്ട് തട്ടിത്തെറിപ്പിക്കും. അല്ല നൈനിഷ് ഒറ്റ കാര്യം ചോദിക്കുക, എന്നെ നേരിട്ട് കാണുമ്പോഴും വീഡിയോയിൽ കാണുമ്പോൾ എന്താ ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. കാരണം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പോസ്. അത് ജസ്റ്റ് ഒരു ആക്ട് ആണ്. അത് വീഡിയോ കഴിഞ്ഞാൽ റിയൽ അല്ലല്ല, ഇതാണ് റിയൽ. അത് ജസ്റ്റ് ആൻ ആക്ട്. ഐ മീൻ ഐ എം ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഫോർ അത് അത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ. ഇത് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, UAE-യിലുള്ള നിങ്ങൾക്കറിയാം ഇവിടുത്തെ റെന്റൽ കൂടി, അതർ എക്സ്പെൻസസ് ആർ ഹൈ, ആൻഡ് പീപ്പിൾ നീഡ് ടു ചൂസ് എ ബെറ്റർ പ്ലേസ് ടു ഗോ ആൻഡ് ഷോപ്പ്. അവർക്ക് പൈസ സേവ് ചെയ്യണം, അവർക്ക് പൈസ സേവ് ചെയ്തേ പറ്റൂ. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എവിടെയാണ് ദോശ കിട്ടുക, ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എവിടെയാണ് അവരുടെ ഡെയിലി എസെൻഷ്യലിൽ നിന്ന് സാധനം കിട്ടുക എന്നുള്ളത് അവർ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഡോണ്ട് ഹാവ് എനി അതർ ഓപ്ഷൻ, ദേ ഹാവ് ടു ഫൈൻഡ് നമ്മളെപ്പോലെ. അപ്പോൾ നമ്മൾ UAE-യുടെ മാറ്റത്തിനൊപ്പം നമ്മളൊരു ജോലി ചെയ്യുന്നില്ലേ, ഇതൊരു വലിയ വേവാണ്. ഇപ്പോൾ ഒരാളൊരു റെസ്റ്റോറൻറ്റും വെച്ചിരിക്കുകയാണ്,
ഇപ്പോൾ അസറൻസ് എന്ന പെർഫ്യൂം എടുത്തിട്ട് പറയാം. അസറൻസ് എന്ന പെർഫ്യൂം ഞാനല്ലായിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്രത്തോളം പ്രസൻസ് സോഷ്യൽ മീഡിയയിൽ ഇല്ലെങ്കിൽ അത് അറിയാൻ പോകുന്നില്ല. സോ സോഷ്യൽ മീഡിയ പേയിങ് എ ബിഗ് പാർട്ട്. ഞാൻ പറയും അസറൻസ് എന്ന പെർഫ്യൂം ക്ലിക്ക് ആവാനുള്ള മെയിൻ റീസൺ സോഷ്യൽ മീഡിയയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സും എൻ്റെ കൊളീഗ്സും. ഇത് കണ്ടു ഞാൻ 3 മാസത്തേക്ക് ഇനി കൊടുക്കൂല. അത് എന്താ വെച്ചാല് സാധനം അങ്ങനെ തീരെയാണ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് കൊടുക്കുന്നത്. അല്ലല്ല, നമ്മള് ചെയ്യേണ്ടത് ഒരു കോൺഫിഡൻസ് മാർക്കറ്റിംഗ് കൂടി ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ജനങ്ങൾക്ക് ഞാൻ എൻ്റെ സെയിലൊക്കെ ആളുകളോട് പറയാറുണ്ട്. ഐ ഹാവ് ഡൺ ദിസ് മച്ച് ഓഫ് സെയിൽ ദിസ് മന്ത്. ഈ മാസം 1.5 കോടിക്ക് മേലെ സെയിൽ ചെയ്തു. അപ്പം ഇത് ജനങ്ങളോട് സത്യസന്ധമായിട്ട് പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് സംതിങ് ഇൻ ഇറ്റ്. വലിയ പൈസക്കാർ അവരുടെ പണം എത്ര ഉണ്ടെന്ന്, ഇപ്പോൾ യൂസുഫ് അലിക്കാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എലൻ മസ്ക് ആണെന്നുണ്ടെങ്കിലും അവരുടെ പൈസ എത്ര ഉണ്ടെന്ന് ലിറ്ററലി പബ്ലിക്കിലുണ്ട് ഇല്ലേ? എന്തുകൊണ്ട് എനിക്ക് ചെറിയ സെയിൽ പറഞ്ഞുകൂടാ? ഇല്ലേ? അപ്പൊ അത് പറഞ്ഞാല് ആളുകൾ കൂടുതൽ അട്രാക്റ്റ് ആവും. ഞാനിപ്പോ ആ വീഡിയോ ഇടുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സ് വരുന്നു, നമ്മളെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുന്നത്. അങ്ങനെ ഇപ്പൊ എനിക്ക് ഔട്ട് ഓഫ് സ്റ്റോക്കിലേക്ക് പോവാണ്. ഇപ്പൊ സാധാരണ ഇപ്പൊ സ്പൈസിലൊന്നും നാളത്തേക്ക് സ്റ്റോക്ക് ഇല്ല. എൻഹാൻസ് എങ്ങനെയുണ്ട്? അത് നന്നായിട്ട് പറഞ്ഞു. ഉഷാറാ? അല്ല ഇപ്പൊ എൻഹാൻസ് ഇങ്ങനെ ഉണ്ട്. ഈ ഫ്രാഗ്രൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രാഗ്രൻസ്. ഞാനിപ്പോ ലാസ്റ്റ് 3 months ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. താങ്ക് യു സോ മച്ച്. നല്ല ഭയങ്കര ഇതുമല്ല എന്നാൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്നു. പിന്നെ നമ്മളെ ഷോപ്പ് അക്രോസ് കരാമയിൽ അവൈലബിൾ ആണ്, മുവൈലയിൽ അവൈലബിൾ ആണ്, അബുദാബിയിലുണ്ട്, അല്ലയിലുണ്ട്, എല്ലായിടത്തും. എനിക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ. ഞാൻ റൂമിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് അയക്കാട്ടോ, പെർഫ്യൂം ഇങ്ങോട്ട് അയക്കാട്ടോ, നിങ്ങളെ അഡ്രസ്സിലേക്ക് അയക്കാം. എനിക്ക് കാണിച്ചു തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്താവാനാ ഞാൻ ചോദിച്ചേട്ടാ പെർഫ്യൂം കൊണ്ടുവരുമോ? തീർച്ചയായിട്ടും അതിനൊന്നും. കൊള്ളാം, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോഴേ ആ റൂം കംപ്ലീറ്റ് ഈ ഒരു സ്മെല്ല് കിട്ടി. അപ്പൊ എനിക്ക് മനസ്സിലായി കൊള്ളാം. അല്ലല്ല നമ്മള് ഇത് അടിപൊളി. ആ കോൺഫിഡന്റ് എനിക്കുണ്ട്. We will not go down. I mean, ഞാൻ പറഞ്ഞില്ല ഇപ്പൊ 1.5 വർഷം കൊണ്ട് ഒരു 7 yearsന്റെ ഗ്രോത്ത് വി മെയ്ഡ് ഇൻ ദ മാർക്കറ്റ്. ആൻഡ് നെക്സ്റ്റ് ഇയർ നമ്മൾ ഖത്തറിൽ പോവാണ്, ഖത്തറിൽ ഓപ്പൺ ആക്കാൻ പോവാണ് GCC അക്രോസ്, ആൻഡ് വി ആർ കമ്മിങ് ടു ഇന്ത്യ. ആൻഡ് നമ്മൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നത് വിത്തിൻ 1 to 2 years. ഇല്ലല്ല, ഇന്ത്യയില് സാധനം അവൈലബിൾ അല്ല. ഇന്ത്യയിലേക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ഒരു സാധനം വരുന്നു. ഇവിടെ ഇപ്പൊ അൽബൈക്ക് വരുന്നതിന് മുമ്പ് സൗദിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അൽബൈക്ക് അതൊരു രസമുള്ള സ്റ്റോറിയാണ്. അൽബൈക്ക് ഇവിടെ വന്നില്ലേ? ദുബായ് മോളിൽ നിന്ന് ആദ്യമായിട്ട് അൽബൈക്ക് കഴിച്ച കൂട്ടത്തിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ അന്നൊരു ഡയലോഗ് പറഞ്ഞു, ഇനി എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം, കാരണം അൽബൈക്ക് ആദ്യമായിട്ട് കഴിച്ച മലയാളിന്ന്. ട്രോളിന്റെ പേര് ഒരു ഇന്ത്യക്കാരൻ വരെ ട്രോളിട്ട് പറയാ. അപ്പൊ കപ്പ് ദിയേഗ അപ്പൊ കപ്പ് ദിയേഗ. ഐ മീൻ there are plenty of like you know but it went viral. അതെന്റെ ഒരു എന്റെ ചില വീഡിയോസ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ക്ലിക്കായ വീഡിയോ, അതിന്നാണ് എന്റെ ലൈഫ് ചേഞ്ച് ആകുന്നത്. ഒരു വീഡിയോ ആണ് ഇവിടെ അൽ-ഇജാസ കഫറ്റീരിയ എന്നാണ് കഫറ്റീരിയ, ഭയങ്കര ഫേമസ് ആണ്. അവരുടെ ഹസൻ മത്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. അത് ഞാൻ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ആ ഡയലോഗ്സ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ലോങ് ആവും വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. അതുകൂടാതെ ഷെഫ് ബുറാക്കിനെ കാണാനും എന്നെ കാണാനും ഏകദേശം ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ക്ലിക്കായി. അതുകൂടാതെ ഞാൻ തുർക്കിയിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഒരു ദിവസം 16 വീഡിയോ ചെയ്തു, ഒരൊറ്റ ദിവസം 16 വീഡിയോ. ഇല്ല, അതുണ്ടല്ലോ, അതിലേക്കണ്ട് ആയിക്കഴിഞ്ഞാല് അതെ നമ്മള് വന്നിട്ട് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതായിട്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഡിസിപ്ലിനും കൂടി നമുക്ക് വേണം. നമ്മൾ രാവിലെ കറക്റ്റായിട്ട് എണീക്കണം, നമ്മൾ കറക്റ്റ് സമയത്ത് പോകണം, കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ ചെയ്യണം, കറക്റ്റ് സമയത്ത് വീഡിയോ കൊടുക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ പറയുണ്ടായി UAE 15 വർഷം അല്ലെ, 15 വർഷത്തെ പരിചയ സമ്പത്ത് ദുബായിലുണ്ട്.
ഇപ്പൊ ദുബായിൽ നമ്മുടെ ഇപ്പൊ ഈ ഒരു ചാനൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് പറയണം നമ്മളുടെ ഈ ഒരു ഗാലറി വിഷൻ മീഡിയ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോയിൽ വരുമ്പോൾ വളരെ സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ഗാലറി വിഷൻ മീഡിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് ആർ എൻഡ്ലെസ് ആണ്. ഇനി എത്ര ചാനൽസ് വന്നാലും ഇവിടെ ഓപ്പർച്യൂണിറ്റീസേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങൾ തുടങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത്, എസ്പെഷ്യലി ഞാൻ വന്ന സമയത്ത് പറഞ്ഞത്, സ്റ്റുഡിയോസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളൊരു പ്രോപ്പർ പ്ലാനോടെയാണ് വന്നിരിക്കുന്നത്. കുറേ പേര് എങ്ങനെ വരിക എന്ന് വെച്ചാൽ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് സ്മോൾ, ഇഫ് ഇറ്റ് ഈസ് വർക്കിംഗ്. അത് ഞാനും അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനാണ് കേട്ടോ. ഞാൻ ഒരിക്കലും വന്നിട്ട് ചെറുതെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ട് വിഷൻ ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ട് ചെയ്യുക, എന്നിട്ട് അതിലുണ്ട് പ്രോസസ്സ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്, എസ്പെഷ്യലി നൈനിഷ ഫേമസ് ആയിട്ടുള്ള ഒരു വ്ളോഗർ ഇവിടെ കൊണ്ടുവന്ന്, ഐ മീൻ ഇൻഫ്ലുവൻസർ ഇവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ യൂത്തിൻ്റെ എന്താ പറയുക മതിയില്ല, അപ്പോൾ ഇവിടെ വന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് അമേസിങ്. ആൻഡ് യുവർ ടീംസ് ആർ വെരി നൈസ് ആൻഡ് യുവർ ഓഫീസ് ലുക്സ് വെരി പ്രൊഫഷണൽ. ആൻഡ് വളരെയധികം സന്തോഷം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസിൽ. കാരണം ഞാൻ ഫസ്റ്റ് ഇതൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് നിങ്ങളെ ബാക്കപ്പ് കാര്യങ്ങൾ. അല്ലാതെ കുറേ ആളുകൾ ഇൻ്റർവ്യൂസ് ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എന്തിനാ വെറുതെ നമ്മളെ സമയം കളയുന്നത് എന്നുള്ള ഒരു ഇതില്ല. പക്ഷേ ഐ ലിറ്ററലി ഫീൽ ദാറ്റ് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്റർവ്യൂ കാണുന്നവർക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ബിസിനസ് ഒക്കെ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഫ്രീ ആയിട്ടാണ് ഞാൻ ഇത് എടുത്തു തന്നത്. ഞങ്ങൾക്ക് പെർഫ്യൂം വരാം അതിന് പകരം. അപ്പൊ എന്താ പറയാ, ഒരുപാട് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് എത്താൻ ആഗ്രഹം ഉണ്ടെന്നും അറിയാം. അപ്പം എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും. Thank you so much for calling. Okay. It means a lot. Thank you.